ആ കാണുന്നതാണ് മൂന്നാറിലെ ഗ്യാപ്പ് റോഡ്. കഴിഞ്ഞ മഴയത്ത് മണ്ണിടിഞ്ഞ ഭാഗമാണ് കാണുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് മറ്റൊരു നിയമലംഘനം കൂടി നടക്കുകയാണ്. ഈ വലിയ മലയുടെ അടിവാരം ഇടിച്ചു നിരത്തി റോഡ് നിർമ്മിച്ച് പ്ലോട്ടുകളായി മുറിച്ച് വിൽപ്പന നടത്തുന്നു. ഇതൊക്കെ നടക്കുന്നത് ഈ പ്രദേശത്തെ ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെയാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. മഴയൊന്ന് ശക്തമായാൽ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഗതാഗതം നിരോധിക്കും. കാരണം ഏത് നിമിഷവും മലയിടിഞ്ഞ് ഇവിടെ താഴേക്ക് പതിക്കാം. ഇവിടെ നടന്ന അശാസ്ത്രീയമായ പാറപൊട്ടിക്കലാണ് ഇതിന് വഴിവെക്കുന്നത്. ചൊക്രമുടിയുടെ അടിവാരത്തും ഇതേ നിയമലംഘനം നടക്കുന്നു. പക്ഷേ അധികാരികൾ കണ്ണും പൂട്ടിയിരിക്കുകയാണ്. ഇത് ഒരു മുണ്ടക്കൈ ആവർത്തിക്കാനുള്ള സാധ്യത വളരെയാണ്. ഇവിടെ നിന്ന് ഈ മണ്ണിടിഞ്ഞോ ഇതിൻ്റെ അടി മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ല, ഇവിടെ മുഴുവനും ഉറവയാണ്. മുഴുവനും താഴെ വന്നാൽ ബൈസൺ വാലി ഇല്ലാതാവും. ബൈസൺ വാലി എന്ന് പറഞ്ഞാൽ വലിയൊരു അപകടമാണ്. ഈ ഡെമോക്രൈസിൻ്റെ വാള് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ഞങ്ങൾ പേടിച്ചാണ് ഈ നിർമ്മാണം കണ്ടപ്പോൾ മുതൽ അന്ന് പോലെ ഞങ്ങൾ കഴിയുന്നത്. ഈ മലയുടെ അടിവാരത്ത് 300-ലേറെ ആദിവാസി പിന്നോക്ക വിഭാഗ കുടുംബങ്ങളുണ്ട്. അതിന് താഴെയും ജനവാസ മേഖലയാണ്. തങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് സുരക്ഷയാണുള്ളതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഈ മലയ്ക്ക് മുകളിൽ കുളം നിർമ്മിച്ചിരുന്നു. കഴിഞ്ഞ മഴയിൽ ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വെള്ളം കുത്തിയൊഴുകി ജനവാസ മേഖലയിലേക്ക് എത്തി. ഇതുപോലെ ഒരു അപകടമുള്ള സ്ഥലമില്ല. 10 മാസമായി ഞാൻ ഇവിടെ ഒരു പണി തുടങ്ങിയിട്ട്. 10 മാസമായിട്ട് പിന്നെ അടുത്തുള്ള അയലൊക്കെക്കാർ ഉറങ്ങിയിട്ടുമില്ല, ഇവിടെ വരാതെ ദിവസങ്ങളുമില്ല. എല്ലാം വെള്ളം സഹിതം, കുടിക്കുന്ന വെള്ളം സഹിതം അമ്മ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ തന്നെ എന്നെ തള്ളാൻ വന്നിട്ടുണ്ട്, ഞാൻ തള്ളിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന ഉരുൾപൊട്ടൽ സാധ്യതയുള്ള റെഡ് സോണിലാണ് ഈ പ്രദേശം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ മറ്റൊരിടത്തും വീടില്ലെങ്കിൽ മാത്രം 1614 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടിന് അനുമതി നൽകാം. പക്ഷേ അടിമാലി സ്വദേശി സിബി ജോസഫിന് വീട് നിർമ്മിക്കാൻ ദേവികുളം തഹസിൽദാർ അനുമതി നൽകിയിരിക്കുന്നു. അതേ ദിവസം തന്നെ ഇയാളുടെ ഭാര്യയ്ക്ക് മറ്റൊരു വീട് നിർമ്മിക്കാനും NOC നൽകി. സ്വന്തമായി അടിമാലിയിൽ വീടുള്ളവരാണിവർ. അത് തന്നെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഈ അനധികൃത നിർമ്മാണത്തിലെ പങ്ക് വ്യക്തമാക്കുന്നതാണ്. ഇതിന് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ശരിയായ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ഭർത്താവിനെയും ഭാര്യയുടെ പേരിൽ NOC കൊടുത്തേക്കുക, കെട്ടം പണിയാൻ വേണ്ടി. പലതവണ പരാതി കൊടുത്തു, പക്ഷേ ഇതൊരു അന്വേഷണവും ഇല്ല. ഇതിൻ്റെ അടി കിടക്കുന്ന ആദിവാസികൾ ഒരു 300 വീടുള്ള ആദിവാസികളുണ്ട്, ST കോളനി ഉണ്ട്, SC കോളനി ഉണ്ട്. അതുകൂടാതെ നാട്ടുകാരായ ആളുകൾ ആയിരക്കണക്കിന് വീടുകളുണ്ട്. ഇവിടെ ഒരു ഉരുൾപൊട്ടലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ നശിച്ചു. തരിശായി കിടന്നിരുന്ന ഈ ഭൂമിയിലെ പട്ടയം സംബന്ധിച്ചും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. വയനാട്ടിലെ മുണ്ടക്കൈയിലോ ചൂരൽമലയിലോ ഉണ്ടായതിന് സമാനമായിട്ടുള്ള വലിയ ദുരന്തം ബൈസൺ വാലിയിൽ ആവർത്തിച്ചിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അടിയന്തരമായിട്ടുള്ള ഇടപെടലാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ചൊക്രമുടിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കും നിഖിൽ ജോസഫിനുമൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.